ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. നമുക്കൊരു മൂന്നാല് സിനിമകളുടെ അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. എന്നിരുന്നാലും ആദ്യം തന്നെ ഞാൻ എമ്പുരാനിലേക്കാണ് പോകുന്നത്. കാരണം അത് പറയാതിരിക്കാൻ വയ്യ. ഈ കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലോകം മൊത്തമുള്ള ഒരു പ്രശ്നമാണ്. ആരെങ്കിലും ഒന്ന് വലുതാവുക എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുതികാല് വെട്ടുക, പിന്നീന്ന് കുത്തുക. ഏഹ് ഈ ഒരു സംഭവം എല്ലാ മേഖലയിലും ഉള്ളതാണ്. സിനിമാ മേഖലയിൽ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി മാറാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു ഹൈപ്പ് വന്നപ്പോൾ, മാറുകയോ മാറാതിരിക്കുകയോ എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ അങ്ങനെ ഒരു ഹൈപ്പ് വന്നപ്പോൾ, അങ്ങനെ ഒരു പരക്കപ്പറച്ചിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾക്ക്, എസ്പെഷ്യലി ചില പ്രൊഡക്ഷൻ ടീമുകൾക്കും ഫിലിം ചേമ്പേഴ്സിനൊക്കെ കുരു പൊട്ടിയിട്ടുണ്ട്. കുരു പൊട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ഞൊട്ടങ്ങ പഴുത്ത പോലെ പഴുത്തിരിക്കുകയാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നല്ല ചീഞ്ഞ നാട്ടായിരിക്കും. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല അവരെ തന്നെയാണ് നാറുന്നത് എന്നുള്ളത്. എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എമ്പുരാനെ പൂട്ടാൻ ഒരുങ്ങി ഫിലിം ചേംബർ. ആരൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാം. ഇതിലെ പല ആളുകളും ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും കറക്റ്റ് ആയിട്ട് മറുപടി പറയാനില്ല. നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഡയലോഗടി മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രാധാന്യം. റിലീസ് ദിവസം സൂചനാ പണിമുടക്ക് കടുപ്പിച്ച് ഫിലിം ചേംബർ. സംഗതി എന്താണെന്ന് ഒരൊറ്റ വാക്ക് നമുക്ക് പറയാൻ ഇവിടെ തന്നെ വായിച്ചാൽ മനസ്സിലാവും. സിനിമാ സമരവും തർക്കവും പുതിയ തലത്തിലേക്ക്. എമ്പുരാൻ സിനിമയ്ക്ക് തിരിച്ചടിയാകുന്ന നീക്കവുമായി ഫിലിം ചേംബർ. ഞാൻ ആലോചിക്കുന്നത് എമ്പുരാനൊക്കെ തിരിച്ചടി വെക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ്. മാർച്ച് 25 മുതലുള്ള റിലീസുകൾക്ക് മാർച്ച് 25 മുതലുള്ള 27-ാം തീയതിയാണ് നമ്മളെ ഈ ആളുടെ പടം ഇറങ്ങാൻ പോകുന്നത്, ലാലേട്ടന്റെ. അപ്പോ 25 മുതലുള്ള റിലീസുകൾക്ക് കരാർ ഒപ്പിടുന്നതിന് അനുവാദം വാങ്ങണമെന്ന് കാണിച്ച് ഫിയോക് ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾക്ക് ചേംബർ കത്ത് നൽകി. ആ കത്ത് ചവറ്റി പൊട്ടിക്കിടാനാണ് സാധ്യത. മാർച്ച് 27-ന് എമ്പുരാന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടപടി. 27-ന് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കാനും നീക്കം. ഈ പണിമുടക്ക് എന്ന് കേൾക്കുമ്പോൾ പണ്ട് നമ്മൾ വലിയൊരു സമരം, വലിയൊരു പണിമുടക്ക് കണ്ടിരുന്നു, ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത്. അത് ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെയാണ് ആഹ്വാനം ചെയ്തിരുന്നത്. പക്ഷെ എന്തായി എന്നുള്ളത് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്ന് ഫിലിം ചേംബറിനോട് ഉണർത്താൻ ഞാൻ ഈ അവസരം എടുക്കുന്നു. എന്തായാലും കുറച്ച് കമന്റുകൾ ഉണ്ട് ഇതിനെ ബേസ് ചെയ്ത്. ആ കമന്റുകൾ വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട്. കിണ്ണം കച്ച കമന്റുകളാണ്. ആദ്യത്തെ ഞാൻ ഇങ്ങനെ വരിക്ക വായിക്കാം, നിങ്ങളിത് കേൾക്കണം. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, എന്നാലും കേട്ടോ, ഒരു സുഖം ഉണ്ടാവും. അതായത്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ട് കുലുങ്ങിയിട്ടില്ല. പിന്നെയാണ് മുടിയുടെ മലയാളം വില പോലും കൊടുക്കാത്ത ഒരു ചേമ്പ് എന്ന് പറയുന്നത്. ചേംബറിനെ BJP വലിയൊരു സമരം പ്രഖ്യാപിച്ച സമയത്ത് ഒരു മണ്ണാങ്കട്ട ഉണ്ടാക്കിയിട്ടില്ല. നാളെ സംസ്ഥാനത്ത് ഹർത്താൽ, ഒടിയന് ബാധകമല്ല. ഈ ഡയലോഗ് മനസ്സിലായില്ലേ? എന്താ രസം. അടുത്തത്, വൺസ് അപ്പോൺ എ ടൈം ഇൻ കേരള, പാൽപത്രം, ഒടിയൻ എന്നിവ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഗൂസ് ബംസ് ആയി. നിങ്ങൾക്ക് ഉണ്ടോ എനിക്കറിയില്ല, എനിക്കുണ്ട്. കാരണം ഈ ഫിലിം ചേംബർ ഉണ്ണാകത്രം കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കമന്റുകൾ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തത്, അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട പറഞ്ഞിട്ട് ഇറങ്ങിയ ചരിത്രമുണ്ട്. പിന്നെ അങ്ങാടിയിൽ അണ്ടിക്കച്ചവടക്കാർ പറഞ്ഞ നീ ചെന്ന് തടയാൻ പറ പവിത്ര, ഇതിൽ എത്ര എണ്ണത്തിന് ചെങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. കമൻ സീസ് ബ്രോ സ്റ്റാർഡം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ലാലേട്ടൻ എന്ന് പറയുന്ന മഹാവ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഈ സിനിമയ്ക്കുള്ള ഹൈപ്പ് അത്രമേൽ വലുതാണ്. അത് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് ഗുണം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അവിടെ എന്തിനാണ് ഇമാര് ഊളത്തരം കാണിക്കാൻ നിൽക്കുന്നത്? പൊന്നാര ചേമ്പറേ. മഴ പെയ്തിട്ട് കുലുങ്ങിയിട്ടില്ല, പിന്നെ മരം പെയ്യുമ്പോ മറ്റേ ഡയലോഗ് നമ്മുടെ അണ്ണന്റെ, അതായതാണ് പൃഥ്വിരാജിന്റെ, ആത്തച്ചക്ക അതിനെ. അതിനുള്ള പൂട്ടൊന്നും ചേംബറിന്റെ കയ്യിലില്ല. ഇനി ഉണ്ടേൽ അതിന്റെ മുകളിൽ തോമാച്ചായനൊരു പൂട്ട് പൂട്ടും. ദിസ് ഡീൽ വിത്ത് ദ ഡെവിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹർത്താലിന്റെ പടം റിലീസ് ആക്കിയിട്ടുണ്ട് അപ്പോഴാണ്. ഇനി കുറച്ച് കമന്റ് കൂടെ. ചേംബറിലെ ഊമ്പന്മാരെല്ലാം കൂടെ തിയേറ്ററിന് മുന്നിൽ ചൂറിയെത്തിയത്. തിയേറ്ററിലെ ആള് കയറാതിരിക്കണമെങ്കിൽ. അയ്യോ, അനന്തു സി എ ട്രയാങ്കിൾ. ഇതാരാണ് ആള്? ഇതാണ് കമന്റ് ഇട്ടേക്കണത്. ഷാൽ ഐ റിമൈൻഡ് യു സംതിങ് അല്ലേ? ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? ഓക്കെ. നാളെ ഹർത്താൽ, പാൽ, പത്രം, ഒടിയൻ എന്നിവ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. ഹർത്താൽ വെച്ചിട്ട് കുടുങ്ങിയിട്ടില്ല, പിന്നല്ലേ ഊളകളുടെ ചമരം. അവിടെ ഇങ്ങനെ മീഡിയയിൽ കത്തി നിൽക്കട്ടെ മക്കളെ. ദ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കമന്റുകളാണ് വന്നിട്ടുള്ളത്. പറയാനുള്ളത് തന്നെയാണ്, ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. പൊട്ടത്തരം കാണിക്കാൻ നിൽക്കരുത്.
സൂചനാ പണിമുടക്ക് എന്ത് മണ്ണാങ്കട്ട വെച്ചിട്ടും കാര്യമില്ല. പടം റിലീസ് ഉണ്ടോ കണ്ടിരിക്കും, കണ്ടിരിക്കും. അത് അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ഇനി ബസ് ഹർത്താലാക്കി ബൈക്ക് പോകും, വേണ്ട നടന്നു പോയി കാണും. നമുക്ക് അത്ര ദൂരം ഉണ്ട് കേട്ടോ, എന്നാലും നടന്നു പോയി കാണും. പടം 12 മണിക്കൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വന്നാൽ അതിൻ്റെ ഒക്കെ ഒരു റങ്ക് എന്തായിരിക്കും. ലാലേട്ടൻ 12 മണിക്ക് തിയേറ്ററിൽ ഷോ. നമ്മളൊരു 11-11:30 ആകുമ്പോഴേക്ക് തിയേറ്ററിൽ എത്തുന്നു. ആൾക്കൂട്ടം, ലാലേട്ടൻ ഫാൻസ്, ചെണ്ട മദ്ദളം കട 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 കട. നമ്മൾ നേരെ പോണ്, നോക്കി നിൽക്കണ്, ടൈം ആകുന്ന ഇങ്ങനെ നിൽക്കണ, ടിക്കറ്റ് കയ്യിലുണ്ട്, ടൈമാണ് 11:50 ആകുമ്പോഴേക്ക് തിയേറ്ററിന്റെ ഉള്ളിൽ കയറുന്നു, പരസ്യം കാണുന്നു, പരസ്യത്തിന് വരെ കയ്യടി. മനസ്സിലായോ? അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുമ്പോൾ വരെ കയ്യടിയാണ്. ലാലേട്ടൻ പടത്തിന്റെ ഒരു പ്രത്യേകത അത്. അവിടെ വരെ കയ്യടി. നമ്മളിങ്ങനെ റങ്കായിട്ടിരിക്കുന്നു. എമ്പുരാൻ അതെപ്പോഴും എഴുതി കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. മോഹൻലാൽ ഇൻ ആൻഡാസ് ഗൂസ് ബംസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഫാൻ ഷോ കാണുമ്പോൾ കിട്ടുന്ന ഒരു റങ്ക് ഉണ്ട്. എന്തിനാണ് ജയിലർ സിനിമയിൽ ലാലേട്ടനെ കാണിക്കുമ്പോൾ കിട്ടിയുള്ള ഒരു ആവേശം അതിൻ്റെയൊക്കെ 10-15 മടങ്ങായിരിക്കും ഇപ്പൊ കിട്ടുന്ന ആവേശം. അങ്ങനെ നമ്മൾ ഈ ആവേശത്തോടെ അങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഉണ്ട് മക്കളെ സ്റ്റീഫൻ നെടുമള്ളി അല്ലെങ്കിൽ എബ്രഹാം ഖുറൈശി അല്ലെങ്കിൽ ഖുറൈശി എബ്രഹാം ഇൻട്രോ. തിയേറ്റർ ഇങ്ങനെ കത്തും, കേരളം കത്തുന്ന പറഞ്ഞേ. അപ്പോഴാണ് ചേംബർ ഒരു ചമരമായിട്ട് വരുന്നത്. ഓടാ. ഇനി അടുത്തത് എംപുരാനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഖുറേഷിക്ക് മുൻപ് സ്റ്റീഫൻ ഒരു വരവ് കൂടി വരും. നമുക്കറിയായിരുന്നു ഈ ലൂസിഫർ ഇവർ റിലീസിന് വേണ്ടിയിട്ട് റെഡി ആക്കുന്നുണ്ട്, കാരണം എംപുരാൻ വരുന്ന മുമ്പ് കാണുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന്റെ റിലീസ് ഡേറ്റ് എന്നാണെന്നുള്ള രീതിയിലൊക്കെ ഒരു കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാർച്ച് 20-ാം തീയതി, അതായത് കൃത്യം ഒരാഴ്ച മുമ്പ് 27-ന് എംപുരാൻ ഇറങ്ങുന്നു, മാർച്ച് 20-ന് ലൂസിഫർ റിലീസ് ചെയ്യുന്നു. നല്ല രസമായിരിക്കും, പോയി കാണാൻ തന്നെ ആഗ്രഹിക്കുന്നത്. ആ ഒരു ആവേശം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പോയിട്ട് എംപുരാൻ കാണുമ്പോൾ കിട്ടുന്ന ഒരു റങ്ക് എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കുമ്പോഴേ ഭയങ്കര ഗൂസ്ബംസ് ആണ് വരുന്നത്. ഇനി റെട്രോനെ കുറിച്ചാണ്. റെട്രോനെ കുറിച്ച് വലിയ വാർത്തയല്ല, എന്നാൽ തെലുഗു സ്റ്റേറ്റിലുള്ള ഇതിന്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ സിത്താര എന്റർടൈൻമെന്റ്സ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ തന്നിട്ടുണ്ട്. ഈ പോസ്റ്റർ വിഷയത്തിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കിടിലൻ പോസ്റ്റർ ആണ്. പുള്ളി അറിയാലോ റെട്രോ ഏത് രീതിയിലേക്ക് പോകുന്ന എല്ലാവർക്കും അറിയാം. എന്തായാലും വെയിറ്റിംഗ് ഫോർ റെട്രോ. അതല്ല നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി. ഇതൊരു വൻ പടമായിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ വരുന്ന നമ്മുടെ അജിത്തിന്റെ സിനിമകൾ പോലെ അല്ലാതെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ട്. ആൻഡ് മങ്കാത്തയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ അദ്ദേഹത്തിന്റെ ഒരു അഴിഞ്ഞാട്ടം കാണുന്ന സിനിമകൾ ഉണ്ടല്ലോ, അത്തരത്തിലൊരു അഴിഞ്ഞാട്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് 7/3-നാണ് ഇതിന്റെ ടീസർ വരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ടീസർ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും, ചാനൽ ഇടുന്നതായിരിക്കും. മാമേ എന്ന് എഴുതിയിട്ടുണ്ട്. 1 മിനിറ്റ് 1 മിനിറ്റ് 34 സെക്കൻഡ് ഗ്ലിംസ് ഓഫ് ദ ക്രേസി വേൾഡ് ലോഡിംഗ് ടീസർ ടുമോറോ അറ്റ് 7:03 PM ഗുഡ് ബാഡ് അഗ്ലി. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ തോക്ക പിടിച്ച് എടുത്തുമിരിക്കുന്നതിന്റെ ഒരു പോസ്റ്ററും. സോ വെയിറ്റിംഗ്. ഇനി പറയാനുള്ളത് കളം കാവലാണ്. കളം കാവൽ മമ്മൂക്ക വീണ്ടും വന്ന് ഒരു പുതിയ ഭാവവും തന്ന് സിഗരറ്റ് കടിച്ച് ചമച്ചിരുന്നിട്ട് തന്നിട്ടുള്ള ഒരു കിടിലൻ പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോ കളങ്കാവിന്റെ ഡേറ്റ് റിലീസ് എന്നാണെന്നുള്ളത് പല ആളുകളും പറഞ്ഞു കേട്ടിരുന്നത് മെയ്യിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് മെയ് 2025 തന്നെ ഇത് റിലീസ് ചെയ്യും എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ ഡേറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവർ പുറത്തുവിട്ടില്ലെങ്കിൽ പോലും കൃത്യം മെയ്യിൽ തന്നെ സിനിമ വരാനാണ് സാധ്യത എന്ന് പറഞ്ഞു കേൾക്കുന്നു. കാരണം ഈ ഏപ്രിൽ ഈ വരുന്ന മാസങ്ങളിലായിട്ട് ഇനി ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അതിൽ മമ്മൂക്കയുടെ ബസൂക്ക വരാനുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് തന്നെ നമ്മുടെ കളംകാവൽ കൂടി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. മെയ് അവസാന വാരത്തിലേക്കാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് റൂമേഴ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫിലിം ലവേഴ്സിന് 2025 ഒരു വൻ വർഷം തന്നെയാണ്. അതല്ലാതെ പല നെഗറ്റീവ്സും കാര്യങ്ങളും പല ഭാഗത്തോടെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇപ്പൊ ആലോചിച്ച് പറയുന്നത് എനിക്കറിയില്ല. കാരണം ഒരാളെന്ന ഫാമിലിയിലെ 4-5 പേരെ വെട്ടിക്കൊല്ലുക, ചെറിയ കുഞ്ഞിനെ കിണറ്റിലിടുക തുടങ്ങി വളരെ ഡാർക്ക് സൈഡ് ഓഫ് ലൈഫ്, അത് ഭയങ്കരമായിട്ട് ഡെവലിഷ് സൈഡ് ഓഫ് ലൈഫ് അത് സൈഡിലൂടെ നടക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ലൂസിഫറിൽ പറഞ്ഞിട്ടുള്ള പോലെ നർക്കോട്ടിക്സ് ഡർട്ടി ബിസിനസ് എന്ന് പണ്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആ സിനിമ ചർച്ച ചെയ്യുന്ന ഈ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പറയാൻ പറ്റുന്ന സമയം തന്നെയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് എംപുരാനിൽ അത്തരത്തിലൊരു മെസ്സേജ് കൂടി ഉണ്ടാവും എന്നും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതൊക്കെ ഈ സമയത്ത് ഇറങ്ങട്ടെ, അത്തരം കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നൂടെ പറഞ്ഞു വെക്കുന്നു.
എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഇത്തരം വാർത്തകൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഓർമ്മ ഒന്നുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കിട്ടിയൊരു അവസരത്തിൽ അതുകൂടെ ചർച്ചാ വിഷയമാക്കി വെക്കുന്നു എന്ന് മാത്രം. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.